പാലക്കാട് വൻ ട്വിസ്റ്റ് ഉണ്ടാക്കിയ സന്ദീപ് വാര്യർ കോൺഗ്രസിന് ശാപമാണോ നന്മയാണോ ആകുക എന്ന് നമുക്ക് കണ്ടറിയാം. BJP നേതൃത്വവുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസുമായി കഴിഞ്ഞ രണ്ടാഴ്ചയായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് നിർണായക നീക്കം. പാലക്കാട് തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങവെയാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടായത്. BJPയുമായി ഇടഞ്ഞ സന്ദീപ് CPMുമായും CPIയുമായും ചർച്ച നടത്തിയിരുന്നു. AK ബാലന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ. അനൗപചാരിക ചർച്ചകൾ CPM നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യം മതനിരപേക്ഷ നിലപാട് സന്ദീപ് പരസ്യമായി പറഞ്ഞിട്ട് മതി സ്വീകരിക്കൽ എന്നായിരുന്നു CPM തീരുമാനം. ഇതോടെയാണ് സന്ദീപ് കോൺഗ്രസ് വഴിയിലേക്ക് എത്തിയത്. പഴയ വള്ളുവനാടിന്റെ ഭാഗമായ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ ചെത്തല്ലൂരാണ് സന്ദീപിന്റെ നാട്. ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തോട് വലിയ ആഭിമുഖ്യം പുലർത്തിയിരുന്നു. എന്നാൽ അന്നൊന്നും BJPയോടായിരുന്നില്ല, ഇടതുപക്ഷത്തോടായിരുന്നു സന്ദീപിന് അനുഭാവം. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പരിപാടികളിൽ നിരന്തരം പങ്കെടുത്തത് കൊണ്ടാണ് അത്തരമൊരു ഇടതുപക്ഷ അനുഭാവം തോന്നിയതെന്ന് മുൻപ് സന്ദീപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ SFI സ്ഥാനാർത്ഥിയായി മത്സരിച്ച ചരിത്രവും സന്ദീപിനുണ്ട്. 1990കളുടെ തുടക്കത്തിൽ ഗൾഫ് യുദ്ധകാലത്ത് സദ്ദാം ഹുസൈനോടായിരുന്നു സന്ദീപിന് ആരാധന. അതായത് കുട്ടിക്കാലത്ത് പൂർണ്ണമായും ഒരു ഇടതുപക്ഷ ലൈൻ. മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസംഗങ്ങളും മറ്റും കേട്ട് അദ്ദേഹത്തോടുള്ള ആരാധനയാണ് സന്ദീപിനെ BJPയിലേക്ക് അടുപ്പിച്ചത്. വാജ്പേയിക്ക് പുറമെ അക്കാലത്ത് BJPയുടെ ത്രിമൂർത്തികളായിരുന്ന LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരെ കുറിച്ച് പത്രത്താളുകളിൽ വന്ന വാർത്തകളും സന്ദീപ് സ്ഥിരമായി വായിച്ചു പോന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഇതിനോടുള്ള താല്പര്യം വിട്ട് സന്ദീപ് BJPയിലേക്ക് അടുത്തു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പെരിന്തൽമണ്ണ കോഓപ്പറേറ്റീവ് കോളേജിലായിരുന്നു പഠനം. എന്നാൽ കോളേജ് പഠനകാലത്ത് BJPയുടെ വിദ്യാർത്ഥി സംഘടനയായ ABVPയിൽ പ്രവർത്തിക്കാൻ സന്ദീപിനായിരുന്നില്ല. അവിടെ ABVP ഇല്ലായിരുന്നു എന്നതായിരുന്നു അതിനുള്ള കാരണം. അങ്ങനെ SFIയിൽ പ്രവർത്തിച്ച ABVPയിൽ പ്രവർത്തിക്കാത്ത സന്ദീപ് പിൽക്കാലത്ത് BJP നേതാവായി മാറി. യുവമോർച്ചയുടെ പഞ്ചായത്ത് തലത്തിലായിരുന്നു സന്ദീപിന്റെ ആദ്യ സംഘടനാ ചുമതല. പിന്നീട് BJPയുടെ പഞ്ചായത്ത് ചുമതലയിലേക്ക് വന്നു. അതിനുശേഷം യുവമോർച്ചയുടെ ജില്ലാ ചുമതലയും BJP നിയോജക മണ്ഡലം ചുമതലയും. അതിനിടെ പ്രവാസിയായി സൗദി അറേബ്യയിലേക്കും പറന്നു. പിന്നീട് 3.5 വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ സജീവവുമായി. തൃശൂർ ജില്ലയിലെ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയായും പാർട്ടി വക്താവായും ഏറ്റവും ഒടുവിൽ BJP സംസ്ഥാന സമിതി അംഗമായും പ്രവർത്തിച്ചു. മാധ്യമ പ്രവർത്തനത്തിനോടും എഴുത്തിനോടും ഏറെ താല്പര്യമുള്ള സന്ദീപ് ജന്മഭൂമിയുടെ മണ്ണാർക്കാട് ലോക്കൽ കറസ്പോണ്ടന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 മുതലാണ് സന്ദീപ് പാർട്ടിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് ഉയർന്നത്. ആധാർ വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധി പുറത്തു വന്ന ദിവസം അന്ന് BJPയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയായിരുന്നു സന്ദീപിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായത്. ആ ചർച്ചയിൽ സന്ദീപിന്റെ ശക്തമായ വാദമുഖങ്ങൾ പ്രശംസ പിടിച്ചുപറ്റി. പിറ്റേന്ന് മുതൽ ചാനൽ ചർച്ചകളിലെ BJPയുടെ സ്ഥിരമുഖമായും സന്ദീപ് മാറി. എതിരാളികളെ ഞെട്ടിച്ച സന്ദീപിന്റെ ശൈലി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ പാർട്ടിക്കുള്ളിൽ സ്വീകരിക്കപ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂരിൽ നിന്ന് BJP ടിക്കറ്റിൽ മത്സരിക്കുവാനുള്ള അവസരവും പാർട്ടി നൽകി. 3ാം സ്ഥാനത്താകാനായിരുന്നു വിധിയെങ്കിലും മണ്ഡലത്തിൽ BJPയുടെ വോട്ട് വിഹിതം ഉയർത്താൻ സന്ദീപിനായി. അന്ന് രണ്ടാമതുള്ള കോൺഗ്രസുമായി 800-ൽ താഴെ മാത്രമായിരുന്നു BJPയുടെ വോട്ട് വ്യത്യാസം എന്നതും സന്ദീപിന് വലിയ നേട്ടമായിരുന്നു. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ ഒരു മണ്ഡലം. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആ നഷ്ടം നികത്തി സീറ്റ് പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിൽ കൊണ്ടുപിടിച്ച പ്രചരണത്തിലുമാണ് പാർട്ടി. ഇതിനിടെ BJPയിലെ പ്രമുഖ നേതാവായ പാലക്കാട്ടുകാരൻ തന്നെയായ ഹിന്ദു വോട്ടുകളിൽ അടിത്തറയുള്ള അവരുടെ യുവ നേതാവിന് സ്വന്തം പാളയത്തിൽ എത്തിച്ചത് നേട്ടമാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. സരിന്റെ ആ പ്രതീക്ഷ ചുവടുമാറ്റവും പിന്നീട് വന്ന പെട്ടി വിവാദവും മറികടക്കാൻ BJPയുടെ കരുത്തനായ നേതാവിനെ ഒപ്പം ചേർത്ത് സർജിക്കൽ സ്ട്രൈക്കിലൂടെ കഴിയുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. അതേസമയം ഇക്കാലം അത്രയും മോദിയെയും BJPയെയും പുകഴ്ത്തിയ സന്ദീപ് അവരെ ആജന്മ ശത്രുക്കളായി കാണുന്ന കോൺഗ്രസിനൊപ്പം എങ്ങനെ മുന്നോട്ട് പോകുമെന്നതും വലിയൊരു ചോദ്യമാണ്. ഇന്നലെ വരെ കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുള്ള സന്ദീപിന്റെ വീഡിയോകളെല്ലാം ഇതിനോടകം സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയായിട്ടുമുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്നതിനാൽ ഇത്തരമൊരു പ്രതിസന്ധി തരണം ചെയ്യാൻ സന്ദീപിന് കഴിഞ്ഞേക്കാം. BJPയെ സംബന്ധിച്ച് ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും സന്ദീപ് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു അതിൽ പ്രധാനം. വിവിധ സമുദായത്തിൽപ്പെട്ടവരെ ഭക്ഷണത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കരുതെന്ന സന്ദീപിന്റെ ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു അന്ന് അസ്വാരസ്യങ്ങൾക്ക് കാരണമായത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷിന്റെ സുഹൃത്ത് ഷാജ് കിരണിനൊപ്പമുള്ള ചിത്രം പുറത്തു വന്നതിലും പാർട്ടിക്ക് നീരസമുണ്ടായി. പിന്നീട് സന്ദീപിന്റെ പേരിൽ ചില
സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇതോടെ പാർട്ടി സംസ്ഥാന വക്താവ് സ്ഥാനം തെറിച്ചു. അടുത്തിടെയാണ് വീണ്ടും സംസ്ഥാന വക്താവ് സ്ഥാനത്തേക്കെല്ലാം സന്ദീപ് തിരിച്ചെത്തിയത്. എന്നാൽ മുൻപുള്ള പോലെ അത്ര രസത്തിലായിരുന്നില്ല. കഴിഞ്ഞ കുറെ കാലമായി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP സംസ്ഥാന നേതൃത്വത്തോട് സന്ദീപിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതിന്റെ മൂർച്ച കൂട്ടി. പാർട്ടിക്കെതിരെ വിമർശനം തുടർന്നിട്ടും അച്ചടക്ക നടപടി സ്വീകരിച്ച് സന്ദീപിന് വീരപരിവേഷം നൽകേണ്ടെന്നായിരുന്നു പാർട്ടി നിലപാട്. പാർട്ടിയായി പുറത്താക്കില്ലെന്ന് ഉറപ്പായതോടെ ഒടുവിൽ സന്ദീപ് തന്നെ സ്വയം തന്റെ വഴി തിരഞ്ഞെടുത്തു.